സിനിമയുടെ തുടക്കം ഒരു ക്രൈം സീനിൽ നിന്നാണ്. അവിടെ ഒരു വീട്ടിൽ പോലീസ് കുറച്ച് മൃതദേഹങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുകയായിരുന്നു. എന്നാൽ പരിശോധനയ്ക്കിടയിൽ പോലീസിന് ആ വീടിന്റെ ബേസ്മെന്റിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ മൃതദേഹം മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ പോലീസിന് ലഭിച്ച മറ്റെല്ലാ മൃതദേഹങ്ങളിലും ആഴത്തിലുള്ള മുറിവുകളുണ്ടായിരുന്നു. അവരെല്ലാം ആ വീട്ടുകാരായിരുന്നു. എന്നാൽ പോലീസിന് ലഭിച്ച ഈ പെൺകുട്ടിയുടെ മൃതദേഹത്തിൽ ഒരു മുറിവ് പോലും ഉണ്ടായിരുന്നില്ല. അതിലും അത്ഭുതകരമായ കാര്യം, അവൾ ആ വീട്ടുകാരിയല്ലായിരുന്നു എന്നതാണ്. പോലീസിന് ആ പെൺകുട്ടിയുടെ പേരോ അവളെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളോ അറിയില്ലായിരുന്നു. അതുകൊണ്ട് പോലീസ് ആ പെൺകുട്ടിക്ക് ജെയിൻ ഡോ എന്ന് പേരിട്ടു. ജെയിൻ ഡോയെക്കുറിച്ച് കൂടുതൽ അറിയാനായി പോലീസ് ആ മൃതദേഹം ഓട്ടോപ്സിക്ക് അഥവാ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നു. ഇതിനുശേഷം ഓസ്റ്റിൻ എന്ന മകനെയും അവന്റെ അച്ഛനെയും കാണിക്കുന്നു. ഇവർ രണ്ടുപേരും ഒരു മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്തുകയായിരുന്നു. സത്യത്തിൽ ഇതിവരുടെ തൊഴിലായിരുന്നു. ഇവരുടെ കുടുംബം കാലങ്ങളായി ഈ ജോലി തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടുതന്നെ അവർ സ്വന്തം വീടിന്റെ ബേസ്മെന്റ് ഒരു ഓട്ടോപ്സി റൂം അഥവാ മോർച്ചറിയാക്കി മാറ്റിയിരിക്കുകയായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് ഓസ്റ്റിന്റെ കാമുകി അവനെ കാണാൻ വരുന്നു. അവർ രണ്ടുപേരും സിനിമയ്ക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ പോകുന്നതിന് മുൻപ് ഓസ്റ്റിന്റെ കാമുകി മൃതദേഹം കാണണമെന്ന് വാശി പിടിക്കുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നു ഒരു മൃതദേഹം തിരഞ്ഞെടുക്കാൻ. ഓസ്റ്റിന്റെ കാമുകി ഒരു മൃതദേഹത്തെ നോക്കുന്നു. ആ മൃതദേഹത്തിന്റെ കാലിൽ ഒരു ചെറിയ മണി കെട്ടിയിരിക്കുന്നത് കാണാം. ഇത് കണ്ട് ഓസ്റ്റിന്റെ കാമുകി ആ മണിയെക്കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നു, പഴയ കാലത്ത് ആളുകൾക്ക് ഒരാൾ മരിച്ചതാണോ അതോ കോമയിലാണോ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അവർ മരിച്ചെന്ന് കരുതുന്നയാളുടെ കാലിൽ ഇത്തരത്തിലൊരു മണി കെട്ടുമായിരുന്നു. ആ വ്യക്തി അല്പം അനങ്ങിയാൽ പോലും മണി മുഴങ്ങുകയും അയാൾക്ക് ജീവനുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അച്ഛൻ ഇന്നും ആ രീതി പിന്തുടരുന്നുണ്ടായിരുന്നു. ഓസ്റ്റിനും കാമുകിയും അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ തന്നെ പോലീസ് ജെയിൻ ഡോയുടെ മൃതദേഹവുമായി അവിടെ എത്തുന്നു. പിറ്റേന്ന് രാവിലെ ഒരു പത്രസമ്മേളനമുള്ളതുകൊണ്ട് അതിനു മുൻപ് ഈ മൃതദേഹത്തിന്റെ ഓട്ടോപ്സി റിപ്പോർട്ട് വേണമെന്ന് പോലീസ് പറയുന്നു. അതുകൊണ്ട് ഓസ്റ്റിൻ തന്റെ കാമുകിയോട് പറയുന്നു, തനിക്കിപ്പോൾ സിനിമയ്ക്ക് വരാൻ കഴിയില്ലെന്നും അച്ഛനെ സഹായിക്കണമെന്നും രാത്രിയിലെ ഷോയ്ക്ക് സിനിമയ്ക്ക് പോകാമെന്നും. ഇത് പറഞ്ഞ് ഓസ്റ്റിൻ കാമുകിയെ അവിടെ നിന്ന് അയക്കുന്നു. ഇതിനുശേഷം അച്ഛനും മകനും ഓട്ടോപ്സിക്ക് തയ്യാറെടുക്കുന്നു. അവർ ജെയിൻ ഡോയുടെ പോസ്റ്റ്മോർട്ടം തുടങ്ങുന്നു. ഓട്ടോപ്സി ചെയ്യുമ്പോൾ അവർ രണ്ടുപേരും വളരെ അത്ഭുതപ്പെടുന്നു. കാരണം അവളുടെ കൈത്തണ്ടയിലെയും കാലിലെയും എല്ലുകൾ തകർന്നിരുന്നു. നാവ് മുറിച്ചു മാറ്റപ്പെട്ടിരുന്നു. ഇത്രയൊക്കെ ആയിട്ടും അവളുടെ ശരീരത്തിന് യാതൊരു മാറ്റവുമില്ലായിരുന്നു. അതായത് ശരീരത്തിന് പുറത്ത് ഒരു മുറിവ് പോലും ഉണ്ടായിരുന്നില്ല. കൂടുതൽ അറിയാനായി അവർ മൃതദേഹം കീറി പരിശോധിക്കുന്നു. അപ്പോൾ അവളുടെ ആന്തരിക അവയവങ്ങളായ ശ്വാസകോശം തുടങ്ങിയവ പൂർണ്ണമായും കരിഞ്ഞ നിലയിലാണെന്ന് കാണുന്നു. കൂടാതെ ചില ആന്തരിക ഭാഗങ്ങളിൽ മുറിവുകളും കുത്തേറ്റ പാടുകളും ഉണ്ടായിരുന്നു. ആന്തരിക ഭാഗങ്ങളുടെ അവസ്ഥ ഇതായിരുന്നുവെങ്കിലും പുറമേ ശരീരം പൂർണ്ണമായും സുരക്ഷിതമായിരുന്നു. ഇപ്പോൾ ഉയരുന്ന ചോദ്യം, ശരീരത്തിന്റെ ആന്തരിക ഭാഗങ്ങൾ എങ്ങനെ ഇത്തരത്തിൽ തകരാറിലാകുമെന്നതാണ്. അവളുടെ മൃതദേഹം കണ്ടാൽ മരണം അടുത്തിടെ നടന്നതാണെന്ന് തോന്നും. എന്നാൽ അവളുടെ കണ്ണുകൾ പരിശോധിച്ച അച്ഛന് മനസ്സിലായി ജെയിൻ ഡോയുടെ മരണം വളരെ കാലം മുൻപ് തന്നെ നടന്നതാണെന്ന്. കൂടുതൽ പരിശോധനയ്ക്കിടയിൽ അച്ഛന് ജെയിൻ ഡോയുടെ പല്ലിനുള്ളിൽ നിന്ന് ഒരു തുണി കഷ്ണം ലഭിക്കുന്നു. ഇതൊരാളെ പൂർണ്ണമായും തളർത്താൻ ഉപയോഗിക്കുന്ന ഒന്നായിരുന്നു. ഇതിനിടയിൽ അച്ഛന് വിചിത്രമായ എന്തോ ശബ്ദം കേൾക്കുന്നു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയ അച്ഛൻ കാണുന്നത് തന്റെ വളർത്തുപൂച്ച ചത്തുകിടക്കുന്നതാണ്. ഇത് കണ്ട് അച്ഛൻ വളരെ ദുഃഖിക്കുന്നു. കാരണം ആ പൂച്ച മരിച്ചുപോയ തന്റെ ഭാര്യയുടെ അവസാന ഓർമ്മയായിരുന്നു. ഓസ്റ്റിൻ അച്ഛനോട് പറയുന്നു, നമുക്ക് ഇന്നത്തെ ഓട്ടോപ്സി ഇവിടെ നിർത്താമെന്നും ബാക്കി നാളെ ചെയ്യാമെന്നും. എന്നാൽ അച്ഛനത് കേൾക്കാതെ വീണ്ടും ഓട്ടോപ്സി തുടരുന്നു. പരിശോധനയ്ക്കിടയിൽ ജെയിൻ ഡോയുടെ വയറിനുള്ളിൽ നിന്ന് ഒരു തുണിക്കഷ്ണം കൂടി ലഭിക്കുന്നു. ഒരു പല്ലെടുത്ത് തുണിയിൽ പൊതിഞ്ഞ് അത് വിഴുങ്ങിയതിന്റെ അർത്ഥം എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അച്ഛൻ ജെയിൻ ഡോയുടെ തൊലി കീറി നോക്കുമ്പോൾ ചർമ്മത്തിന്റെ ഉൾഭാഗത്ത് കറുത്ത നിറത്തിലുള്ള വിചിത്രമായ ഒരു അടയാളവും എന്തൊക്കെയോ എഴുത്തുകളും കാണുന്നു. സമാനമായ അടയാളവും എഴുത്തും ആ തുണിക്കഷ്ണത്തിലും ഉണ്ടായിരുന്നു. ഇതേസമയം അവിടെയുള്ള എല്ലാ ലൈറ്റുകളും അണയുന്നു. അവിടെ ഇരുട്ടാകുന്നു. അച്ഛൻ ലൈറ്റ് തെളിയിക്കുമ്പോൾ കാണുന്നത് ജെയിൻ ഡോയുടെ മൃതദേഹം ഒഴികെ അവിടെയുണ്ടായിരുന്ന മറ്റെല്ലാ മൃതദേഹങ്ങളും അപ്രത്യക്ഷമായതാണ്. എന്നാൽ പെട്ടെന്ന് എന്തോ ഒന്ന് അച്ഛനെ ആക്രമിക്കുകയും അയാൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അച്ഛനും മകനും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ലെന്നും മൊബൈലിന് റേഞ്ചില്ലെന്നും അവർ കാണുന്നു. ബേസ്മെന്റിലെ മറ്റൊരു വാതിലും തടസ്സപ്പെട്ടിരുന്നു. കാരണം പുറത്ത് ശക്തമായ കൊടുങ്കാറ്റ് വീശുകയും ഒരു മരം വാതിലിന് മുകളിൽ വീഴുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ജെയിൻ ഡോയുടെ മൃതദേഹം അവിടെ കൊണ്ടുവന്നതിന് ശേഷമാണെന്ന് അവർക്ക് മനസ്സിലായി. മൃതദേഹത്തിനാണ് എന്തോ കുഴപ്പമെന്ന് മനസ്സിലാക്കി അവർ ആ മൃതദേഹത്തിന് തീ കൊളുത്തുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് കരുതി. പക്ഷേ അവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. മൃതദേഹത്തിൽ നിന്നുള്ള തീ ആ റൂം മുഴുവൻ പടരുകയും മുറി കത്താൻ തുടങ്ങുകയും ചെയ്യുന്നു. ഓസ്റ്റിൻ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തീ അണയ്ക്കുന്നു. തീ അണഞ്ഞതിനു ശേഷം അവർ കാണുന്നത് ജെയിൻ ഡോയുടെ മൃതദേഹത്തിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല. ഇതുകൊണ്ട് അവർ കൂടുതൽ ഭയപ്പെടുന്നു.
ഇതിനിടയിൽ ആരുടെയോ നിലവിളി കേൾക്കുന്നു. അച്ഛനും മകനും താഴേക്ക് ഓടുന്നു. ഇപ്പോൾ അവിടത്തെ വാതിലുകൾ തകർന്നിരുന്നു. ഇപ്പോൾ അവർക്കൊരു ചെറിയ മണി മുഴങ്ങുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. മൃതദേഹത്തിന്റെ കാലിൽ കെട്ടിയ അതേ മണി. ആ ശബ്ദം കേട്ട് അച്ഛൻ ഭയപ്പെടുന്നു. ആ ശബ്ദത്തെ പിന്തുടർന്ന് അച്ഛൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി കൊണ്ട് അടിക്കുന്നു. എന്നാൽ മണി മുഴങ്ങിയത് ലിഫ്റ്റിന് പുറത്തായിരുന്നു. അവിടേക്ക് ചെന്നു നോക്കിയ ഓസ്റ്റിൻ കാണുന്നത് തന്റെ കാമുകിയുടെ മൃതദേഹമാണ്. മണിയുടെ ശബ്ദം കേട്ടുവെച്ച് വെട്ടിയത് അബദ്ധത്തിൽ തന്റെ കാമുകിയെയായിരുന്നു. അവൾ സ്പോട്ടിൽ മരിച്ചു. ഓസ്റ്റിൻ പറഞ്ഞതനുസരിച്ച് അവനെ കൂട്ടിക്കൊണ്ടുവരാൻ വന്നതായിരുന്നു അവൾ. കാമുകിയുടെ മൃതദേഹം കണ്ട് ഓസ്റ്റിൻ തകർന്നു പോകുന്നു. അച്ഛൻ അവനെ സമാധാനിപ്പിക്കുന്നു. അവർ വീണ്ടും ഓട്ടോപ്സി റൂമിലേക്ക് പോകുന്നു. ജെയിൻ ഡോയെക്കുറിച്ച് കൂടുതൽ അറിയാനായി അച്ഛൻ അവളുടെ തലച്ചോറിലെ കോശങ്ങൾ പരിശോധിക്കുന്നു. അവ ഇപ്പോഴും സജീവമാണെന്ന് അവർക്ക് മനസ്സിലായി. ഒരാൾ മരിച്ചാൽ തലച്ചോറിലെ കോശങ്ങൾ നശിക്കേണ്ടതാണ്. എന്നാൽ അവൾക്ക് ഇപ്പോഴും ജീവനുള്ളതുപോലെയായിരുന്നു. ഇതിനുശേഷം അച്ഛൻ ആ തുണിക്കഷ്ണം പരിശോധിക്കുന്നു. അതിൽ റോമൻ ഭാഷയിൽ എന്തൊക്കെയോ എഴുതിയിരുന്നു. അത് പരിശോധിച്ചപ്പോൾ 1773 മന്ത്രവാദിനികൾ എന്ന് മുദ്ര കൊടുത്തി പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നത്. അക്കാലത്ത് കൊല്ലപ്പെട്ട ആരും മന്ത്രവാദിനികളായിരുന്നില്ല, മറിച്ച് അവരെല്ലാം നിരപരാധികളായിരുന്നു. ജെയിൻ ഡോയുടെ മരണം ഇപ്പോഴല്ല, 17ാം നൂറ്റാണ്ടിൽ നടന്നതെന്നും അന്നുമുതൽ അവളുടെ തലച്ചോറിലെ കോശങ്ങൾ സജീവമാണെന്നും അതുകൊണ്ടാണ് ശരീരം ഇന്നും കേടുപാടില്ലാതിരിക്കുന്നതെന്നും അവർക്ക് മനസ്സിലായി. തങ്ങളോട് ഇപ്പോൾ ജെയിൻ ഡോ ചെയ്യുന്നത് അവൾ അനുഭവിച്ച അതേ വേദനയാണെന്നും അവൾ അവരോട് പ്രതികാരം ചെയ്യുകയാണെന്നും അച്ഛൻ മനസ്സിലാക്കി. അച്ഛൻ ജെയിൻ ഡോയുടെ മൃതദേഹത്തിനടുത്ത് ചെന്ന് മാപ്പ് ചോദിക്കുന്നു. എന്നിട്ട് പറയുന്നു, എല്ലാ പ്രതികാരവും എന്നോട് തീർക്കണമെന്നും മകനെ വിട്ടയക്കണമെന്നും. പെട്ടെന്ന് അച്ഛന്റെ കൈത്തണ്ടയിലെയും കാലിലെയും എല്ലുകൾ തകരാൻ തുടങ്ങുന്നു. അയാളുടെ ആന്തരിക അവയവങ്ങളും തകരാറിലാകുന്നു. ജെയിൻ ഡോയ്ക്ക് സംഭവിച്ചതുപോലെ തന്നെ. അച്ഛൻ ആ വേദന സഹിക്കാൻ കഴിഞ്ഞില്ല. അയാൾ ഓസ്റ്റിനോട് കൊല്ലാൻ ആവശ്യപ്പെടുന്നു. അച്ഛൻ അനുഭവിക്കുന്ന വേദന കണ്ട് ഓസ്റ്റിൻ കരഞ്ഞുകൊണ്ട് ഒരു കത്തി ഉപയോഗിച്ച് അച്ഛനെ കുത്തിക്കൊള്ളുന്നു. അച്ഛൻ മരിച്ച ഉടനെ ജെയിൻ ഡോയുടെ മൃതദേഹം തനിയെ സുഖപ്പെടുകയും പഴയതുപോലെ ആകുകയും ചെയ്യുന്നു. ഓസ്റ്റിൻ തിടുക്കത്തിൽ പുറത്തേക്കുള്ള വഴി തിരക്കുന്നു. അപ്പോൾ അയാൾക്ക് എന്തോ ശബ്ദം കേൾക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ മരിച്ചുപോയ തന്റെ അച്ഛൻ അവിടെ നിൽക്കുന്നത് അയാൾ കാണുന്നു. ഇത് കണ്ട് ഭയന്ന ഓസ്റ്റിൻ താഴെ വീഴുകയും സംഭവസ്ഥലത്ത് വെച്ച് മരിക്കുകയും ചെയ്യുന്നു. അടുത്ത ദിവസം പോലീസ് അവിടെ എത്തുന്നു. പോലീസിനവിടെ ഓസ്റ്റിന്റെയും അച്ഛന്റെയും കാമുകിയുടെയും മൃതദേഹങ്ങൾ ലഭിക്കുന്നു. എന്നാൽ ജെയിൻ ഡോയ്ക്ക് ഒരു കുഴപ്പവുമില്ലാതെ അവിടെ ഇരിക്കുന്നു. കണ്ടാൽ ഓട്ടോപ്സി തുടങ്ങിയിട്ട് പോലുമില്ലെന്ന്. ഇത് കണ്ട് പോലീസ് ആശയക്കുഴപ്പത്തിലാകുന്നു. സിനിമയുടെ തുടക്കത്തിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും എല്ലാവരും കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്നാൽ ജെയിൻ ഡോയ്ക്ക് മാത്രം ഒരു പോറലുമില്ല. പോലീസ് ആ മൃതദേഹം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ തീരുമാനിക്കുന്നു. വണ്ടിയിൽ കൊണ്ടുപോകുന്നതിനിടയിൽ ജെയിൻ ഡോയുടെ കാലിലെ വിരലുകൾ അനങ്ങുന്നത് കാണാം. അവൾ ഇപ്പോഴും നിഗൂഢ ശക്തിയാണ് എന്ന സൂചനയോടെ സിനിമ അവസാനിക്കുന്നു. സിനിമയുടെ അവസാനം ആ പെൺകുട്ടിയുടെ വിരലുകൾ അനങ്ങുന്നത് കാണിക്കുമ്പോൾ ഈ ഭീകരത ഇവിടെ അവസാനിക്കുന്നില്ല എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷേ അടുത്ത ഇരകൾ ആ വണ്ടിയിലുള്ള പോലീസുകാരാകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ത്രില്ലർ ഹൊറർ സിനിമകളുടെ കഥകൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.